ഹലോ, വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കനോണിക്കൽ കവറിനെ കുറിച്ചിട്ടാണ്. ഇതിന് വേറെ രണ്ട് പേരിലും കൂടി പറയുന്നുണ്ട്, മിനിമൽ കവർ എന്നും ഇറെഡ്യൂസിബിൾ സെറ്റ് എന്നും. അപ്പോൾ ഇതിന്റെ മെയിൻ എയിം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അൺവാണ്ടഡ് ആയി കിടക്കുന്ന ഡിപ്പെൻഡൻസിനെ എടുത്ത് റിമൂവ് ചെയ്യുക. അതായത് ഏറ്റവും റെഡ്യൂസ് ചെയ്തിട്ട് ഏറ്റവും മിനിമം ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് മിനിമൽ കവർ അല്ലെങ്കിൽ കനോണിക്കൽ കവർ കൊണ്ട് ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് 3 സ്റ്റെപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ കുറേ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ആട്രിബ്യൂട്ടിനെ സിംഗിൾ ആട്രിബ്യൂട്ട് ആക്കി മാറ്റുക. എ ഡിറ്റർമിൻസ് ബി സി എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്പെൻഡൻസി തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബി സി എന്ന് പാടില്ല, പകരം ബി എന്നും സി എന്നും രണ്ട് ഡിപ്പെൻഡൻസീസ് ആയിട്ട് ഡികമ്പോസ് ചെയ്തെടുക്കുക. ദാറ്റ് മീൻസ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഡീകമ്പോസിഷൻ റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് എന്ന് പറയുമ്പോൾ എക്സ്ട്രേനിയസ് ആയിട്ട് വരുന്ന ആട്രിബ്യൂട്ട്സിന് റിമൂവ് ചെയ്യാം. എക്സ്ട്രേനിയസ് മീൻസ് അൺവാണ്ടഡ് ആയിട്ട് കിടക്കുന്നത്. അൺവാണ്ടഡ് മീൻസ് ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പെൻഡൻസി റിമൂവ് ചെയ്താലും ആ ഒരു ഡിപ്പെൻഡൻസിക്ക് ഒരു കോട്ടം സംഭവിക്കാതെ ഇരിക്കുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേർഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആട്രിബ്യൂട്ടിനെയാണ് നോക്കുന്നത്. അതിലും ഈ പറഞ്ഞ പോലെ സിംഗിൾ ആട്രിബ്യൂട്ട് ആയിട്ട് സെറ്റ് ചെയ്യാനാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ തിയറി പറഞ്ഞുകൊണ്ട് മനസ്സിലാവണമെന്നില്ല, നമുക്കൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇവിടെ 4 ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ കനോണിക്കൽ കവർ അല്ലെന്നുണ്ടെങ്കിൽ മിനിമം സെറ്റ് ആക്കി മാറ്റാൻ പോവുകയാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു പറഞ്ഞത്? റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആട്രിബ്യൂട്ട് സിംഗിൾ ആയിട്ട് മാറ്റണം, ഒറ്റ ആട്രിബ്യൂട്ട് ആയിട്ട് മാറ്റണം. അപ്പൊ നമ്മൾ ഡീകമ്പോസിഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഡിപ്പെൻഡൻസി കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരൊറ്റ ആട്രിബ്യൂട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ അതിന് അതുപോലെ തന്നെ എഴുതിയാൽ മതി, ഒന്നും ചെയ്യാനില്ല. ദെൻ രണ്ടാമത്തതിലും ഒന്നും ചെയ്യാനില്ല, y ഡിറ്റർമിൻസ് x എന്നുള്ളത്. ദെൻ തേർഡ് വണ്ണില് 3 ആട്രിബ്യൂട്ട്സ് വന്നിട്ടുണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ. സോ ഇതിനെ സിംഗിൾ ആട്രിബ്യൂട്ട്സ് ആക്കി മാറ്റുമ്പോൾ ഡീകമ്പോസിഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ z ഡിറ്റർമിൻസ് w, z ഡിറ്റർമിൻസ് x, z ഡിറ്റർമിൻസ് y, ഇങ്ങനെ 3 ഡിപ്പെൻഡൻസീസ് കിട്ടും. ദെൻ നെക്സ്റ്റ് വണ്ണില് w, y ഡിറ്റർമിൻസ് z. നമുക്കറിയാം ഇങ്ങനെ ഒരു ഡിപ്പെൻഡൻസി വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റില്ല. സോ അത് അതുപോലെ തന്നെ എഴുതാനേ പറ്റുള്ളൂ, കാരണം ഡബ്ല്യൂയും വൈയും ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഇവിടെ സെഡിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് പറഞ്ഞത്? എക്സ്ട്രേനിയസ് ആട്രിബ്യൂട്ട്സിനെ റിമൂവ് ചെയ്യാം. പക്ഷെ നമുക്ക് അറിയില്ല അതിനകത്ത് ഏതാണ് അൺവാണ്ടഡ് ആയിട്ട് കിടക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഡിപ്പെൻഡൻസീസും ചെക്ക് ചെയ്ത് നോക്കണം. സോ അതിന് വേണ്ടി നമ്മളിവിടെ ഫസ്റ്റത്തെ ഡിപ്പെൻഡൻസി എടുത്ത് നോക്കാം, ഡബ്ല്യു ഡിറ്റർമിൻസ് എക്സ് എന്നുള്ളത്. സോ ഈ ഒരു ഡിപ്പെൻഡൻസിനെ നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്യാണ്. റിമൂവ് ചെയ്തിട്ട് നോക്കുമ്പോൾ ബാക്കിയുള്ള ഡിപ്പെൻഡൻസിയിൽ നിന്നും ഡബ്ല്യുവിന് എക്സിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡബ്ല്യുവിന്റെ ക്ലോഷർ കാണാൻ പോവുകയാണ്. ഡബ്ല്യുയുടെ ക്ലോഷർ കാണുമ്പോൾ ഡബ്ല്യുവിനെ തന്നെ ഡിറ്റർമൈൻ ചെയ്യും ആസ് പെർ റിഫ്ലെക്സീവ് റൂൾ. ബാക്കിയുള്ള ബാക്കിയുള്ള ഡിപ്പെൻഡൻസിയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഡബ്ല്യു ഏതിനെങ്കിലും ഡിറ്റർമൈൻ ചെയ്യണം, ആരെയും ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഇവിടെ ഡബ്ല്യുനെ മാത്രമേ ഡിറ്റർമൈൻ ചെയ്യുന്നുള്ളൂ. ക്ലോഷർ കാണുമ്പോൾ ഡബ്ല്യു മാത്രമേ വരുന്നുള്ളൂ. ഇനി നമ്മളുടെ എന്തുമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് എക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. സോ ഇവിടെ ക്ലോഷറിൽ എക്സ് വന്നിട്ടില്ല എന്ന് വെച്ചാൽ ഈ ഒരു ഡിപ്പെൻഡൻസി എന്നുള്ളത് ഒരിക്കലും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, ഇത് കമ്പൽസറി ആയിട്ട് അവിടെ വേണ്ടുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഡിപ്പെൻഡൻസിനെ ചെക്ക് ചെയ്ത് നോക്കാം, അതായത് y ഡിറ്റർമിൻസ് എക്സ് എന്നുള്ളത്. സോ അതിന് വേണ്ടി നമുക്ക് y-യുടെ ക്ലോഷർ കണ്ടുവെക്കാം. y-യുടെ ക്ലോഷറിന് y-യെ തന്നെ ഡിറ്റർമൈൻ ചെയ്യും. then y-യിൽ നിന്ന് വേറെ ആരെങ്കിലും ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ നമ്മുടെ ക്ലോഷറിനകത്ത് എക്സ് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഡിപ്പെൻഡൻസിയും ഇതിവിടെ എസെൻഷ്യൽ ആയിട്ട് വേണ്ടുന്നത്, ഇനി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പെൻഡൻസി അല്ല, ആട്രിബ്യൂട്ട്സ് അല്ല. then നെക്സ്റ്റ് z ഡിറ്റർമിൻസ് w എന്നുള്ളത്. സോ അതിന് വേണ്ടി നമ്മൾ z-ന്റെ ക്ലോഷർ കണ്ടുവെക്കാം. z-നെ തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. then z എക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. then z y-യെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ w y, പക്ഷെ ഇവിടെ w വരാത്തത് കാരണം z-ന് വരില്ല. then w വന്നിട്ടില്ല. y-യിൽ നിന്ന് എക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എക്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആട്രിബ്യൂട്ട്സിനെയാണ് z വെച്ചുകൊണ്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ w ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. പക്ഷെ ഇതിനകത്ത് ക്ലോഷറിൽ w വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിപ്പെൻഡൻസിയെയും റിമൂവ് ചെയ്യാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് വൺ കൺസിഡർ ചെയ്ത് നോക്കാം, z ഡിറ്റർമിൻസ് എക്സ് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ z-ന്റെ ക്ലോഷർ കണ്ടു നോക്കണം.
Z എന്ന് Z നെ തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്നു. ഒരിക്കൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരെണ്ണം റിമൂവ് ചെയ്തിട്ട് കാണുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു ഡിപ്പെൻഡൻസി വെച്ചിട്ടുള്ള റിലേഷൻ ഇതിനകത്ത് എഴുതാൻ പാടില്ല. ദെൻ നമുക്ക് ഇത് നോക്കാം. സെഡിന്റെ ക്ലോഷർ കാണുമ്പോൾ Z വന്നു, സെഡിൽ നിന്ന് Y ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ Yയിൽ നിന്ന് X ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ദെൻ Xൽ നിന്ന് ആരെയും ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. പിന്നെ WY ആണ്, W വന്നിട്ടില്ല. സോ ഇത്രയും ആട്രിബ്യൂട്ട്സിനെയാണ് Z വെച്ചുകൊണ്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് X ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സോ ഇവിടെ നോക്കിയാൽ ക്ലോഷറിൽ Z-ന് X-നെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ഈ ഒരു ഡിപ്പെൻഡൻസി എന്നുള്ളത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളതിൽ നിന്ന് നമുക്ക് Z-നെ X-നെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതിനെ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. Z ഡിറ്റർമൈൻസ് Y എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് Z-ന്റെ ക്ലോഷർ കാണുമ്പോൾ Z-നെ തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്നു, റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി. ദെൻ Z-ൽ നിന്ന് W ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ദെൻ W-ൽ നിന്ന് X-നെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. WY ഇവിടെ Y വരാത്തത് കാരണം അതുമില്ല. ഇത്രയാണ് നമുക്ക് Z-ന്റെ ക്ലോഷർ. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് Z Y ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടെന്നാണ്. ഈ ഒരു ക്ലോഷർ കാണുമ്പോൾ അതിനകത്ത് Y വന്നിട്ടില്ല. ദാറ്റ് മീൻസ് ഈ ഒരു ഡിപ്പെൻഡൻസിയെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതും അത്യാവശ്യമായിട്ട് വേണ്ടുന്നതാണ്. ദെൻ നെക്സ്റ്റ് വണ് WY. ഈ ഒരു ഡിപ്പെൻഡൻസി കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനെ റിമൂവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ WY-യുടെ ക്ലോഷർ കാണുമ്പോൾ W വരും, Y വരും ആസ് പെർ റിഫ്ലെക്സീവ് റൂൾ. ദെൻ W-ൽ നിന്ന് X-നെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, Y-ൽ നിന്ന് X-നെ. X ഇവിടെ ഓൾറെഡി വന്നു. ദെൻ Z ആണ് വന്നിട്ടുള്ളത്. പിന്നീട് ഇതിൽ വേറെ ആരും വരുന്നില്ല ഡിറ്റർമൈൻ ചെയ്യാൻ. സോ ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് W വെച്ചിട്ട് Z-നെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ. പക്ഷെ ഈ ഗ്രൂപ്പിൽ Z വന്നിട്ടില്ല. ദാറ്റ് മീൻസ് ഈ ഒരു ഡിപ്പെൻഡൻസിയെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ദിസ് ഇസ് ഓൾസോ എസെൻഷ്യൽ. അങ്ങനെ നമ്മൾ ഇപ്പൊ ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തപ്പോഴത്തോളം ഇതിനകത്തുനിന്ന് ഒരു ഡിപ്പെൻഡൻസി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റി, കുറച്ച് കൊണ്ടുവന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് എന്താ പറയുന്നത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആട്രിബ്യൂട്ടിനെ സിംഗിൾ ആട്രിബ്യൂട്ട് ആക്കുക എന്ന് പറഞ്ഞു. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മോർ ദാൻ വൺ ആട്രിബ്യൂട്ട് എവിടെയാണ് വന്നിട്ടുള്ളത്? ഈ ഒരു ഡിപ്പെൻഡൻസിയിലാണ്. അപ്പോൾ ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിപ്പെൻഡൻസിയെ കുറിച്ചിട്ടാണ്. ഇനി തേർഡ് സ്റ്റെപ്പിലോട്ട് പോവാം. തേർഡ് സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആട്രിബ്യൂട്ടിൽ സിംഗിൾ ആട്രിബ്യൂട്ട് ആയിരിക്കണം എന്നുള്ളത്. കിട്ടിയിരിക്കുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഡിപ്പെൻഡൻസിയിൽ മാത്രം ഇവിടെ 2 ആട്രിബ്യൂട്ട്സ് ആണ് വന്നിട്ടുള്ളത്. സോ ഇതിനെ ഒരിക്കലും നമുക്ക് സ്റ്റെപ്പ് 2ൽ ചെയ്തതുപോലെ ഡീകമ്പോസിഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു ഡിപ്പെൻഡൻസി കൺസിഡർ ചെയ്ത് നോക്കാം. WY ഡിറ്റർമൈൻസ് Z എന്നുള്ളത്. നമ്മളുടെ എയിം എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സിംഗിൾ ആട്രിബ്യൂട്ട് ആക്കുക എന്നുള്ളത്. അത് എന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം റിമൂവ് ചെയ്യാനെങ്കിലും പറ്റണം എന്നുള്ളതാണ് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 2 ആട്രിബ്യൂട്ട്സിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഒരൊറ്റ കണ്ടീഷൻ ഇതാണ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മറ്റതിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അതിന്റെ ക്ലോഷർ കാണുമ്പോൾ മറ്റത് വരുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരെണ്ണം റിമൂവ് ചെയ്തിട്ട് മറ്റതിന്റെ ക്ലോഷർ കാണാൻ നോക്കാം. സോ നമുക്ക് ആദ്യം ഇവിടെ ഈ Y-നെ റിമൂവ് ചെയ്ത് നോക്കാം. എന്നിട്ട് W-ന്റെ ക്ലോഷർ കാണാം. W-ന്റെ ക്ലോഷർ കാണുമ്പോൾ W-നെ തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ W ആരെ ഡിറ്റർമൈൻ ചെയ്യുന്നു? ഇവിടെ X-നെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ X ആരെയും ഡിറ്റർമൈൻ ചെയ്യുന്നില്ല, W തന്നെ വേറെ ആരെയും ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. സോ W-യുടെ ക്ലോഷറിൽ ഈ 2 പേരാ വരുന്നത്. ഇനി ചെക്ക് ചെയ്യേണ്ടത് W-ന്റെ ക്ലോഷറിൽ Y വരുന്നുണ്ടോ എന്നുള്ളതാണ്. Y വരുന്നുണ്ടെങ്കിൽ നമുക്ക് Y എന്നുള്ള ആട്രിബ്യൂട്ടിനെ റിമൂവ് ചെയ്യാം. പക്ഷെ ഇവിടെ Y വരാത്തത് കാരണം Y എന്നുള്ളത് ഇവിടെ വേണ്ടുന്ന ഒരു ആട്രിബ്യൂട്ടാണ്. നെക്സ്റ്റ് നമ്മൾ തിരിച്ചാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ W-നെ റിമൂവ് ചെയ്തിട്ട് Y-യുടെ ക്ലോഷർ കാണുക. അപ്പൊ Y-യുടെ ക്ലോഷർ കാണുന്ന സമയത്ത് Y-യെ തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. Y-ൽ നിന്ന് X ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. Y-ൽ നിന്ന് വേറെ ആരുമില്ല, X-ൽ നിന്നും വേറെ ആരും വരുന്നില്ല. ദാറ്റ് മീൻസ് ഇനി ചെക്ക് ചെയ്യേണ്ടത് Y-യുടെ ക്ലോഷർ കാണുമ്പോൾ അതിൽ W വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ W വന്നിട്ടില്ല. ദാറ്റ് മീൻസ് W എന്നുള്ളത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ ഈ ഒരു കോമ്പിനേഷൻ എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്നുള്ളത് ഇവിടെ എസെൻഷ്യൽ ആയിട്ട് വേണ്ടുന്ന ഒരു ഡിപ്പെൻഡൻസിയാണ്. ഇങ്ങനെയാണ് കനോണിക്കൽ കവർ കാണുക. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഏതെല്ലാം
ഡിപെൻഡൻസി ആണ് പ്രിസർവ് ചെയ്ത് കിട്ടിയത്. ഏതാണ് റിമൂവ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ഡിപെൻഡൻസി ആണ് നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്തത്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം ഈ ഒരു തന്നിരിക്കുന്ന ഫങ്ഷണൽ ഡിപെൻഡൻസിയുടെ കനോണിക്കൽ കവർ ആണ്. അത് നമുക്ക് ഒന്നും കൂടി ഒരു നല്ല ഫോമിൽ എഴുതി നോക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്ന കനോണിക്കൽ കവർ എന്ന് പറയുന്നത്. സോ ഇതിൽ തന്നെ നമുക്ക് ഒന്നും കൂടി നമ്മളുടെ ഇൻഫറൻസ് റൂൾ അപ്ലൈ ചെയ്യാനൊക്കെ ഒന്നും കൂടി ഷോർട്ട് ആക്കി മാറ്റാൻ പറ്റും. ഈ ഒരു ഡിപെൻഡൻസീസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് Z ഡിറ്റർമൈൻസ് WY എന്ന് എഴുതാം യൂണിയൻ റൂൾ അനുസരിച്ചിട്ട്. പിന്നീട് നമ്മുടെ കയ്യിലുള്ളത് W ഡിറ്റർമൈൻസ് എക്സും Y ഡിറ്റർമൈൻസ് എക്സും ദെൻ WY ഡിറ്റർമൈൻസ് Z. ഇതാണ് കനോണിക്കൽ കവർ ഓഫ് ദി ഗിവൺ ഫങ്ഷണൽ ഡിപെൻഡൻസി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കനോണിക്കൽ കവർ എന്ന് വെച്ചിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കനോണിക്കൽ കവർ എന്താണ്, എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.